എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന ടോപ്പിക്കിനെ പറ്റിയായിരുന്നു. അതൊരു ഓഡിയോ ക്ലിപ്പായിരുന്നു. സോ തുടർന്നുള്ള ക്ലാസ്സുകൾ മാക്സിമം ഐ വിൽ ട്രൈ ടു ഹാവ് വീഡിയോ ക്ലിപ്സ്. സോ ആസ് ഡിസ്കസ്ഡ് ഏർലിയർ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇക്വേഷൻ ഈസ് ഇൻ്റഗ്രൽ y square dA or r square dA. This y, x or r, whatever it may be, it's the distance from a point to respective axis അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഏത് പ്ലെയിനിലുള്ള ഇനേർഷ്യ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ അതാണ് ഇത്. ഓക്കെ, ആൻഡ് യൂസിങ് പാരലൽ ആക്സിസ് തിയറം യു കെയിം ടു നോ ദാറ്റ് IAB, അതായത് ഒരു പ്ലെയിനിലുള്ള, see you have a plane AB here and the object is here. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ, ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്, ഇഫ് ദിസ് ഈസ് എ സെൻട്രോയിഡൽ ആക്സിസ്, സെൻട്രോയിഡ് പോയിന്റ്, അപ്പം ഇതിൻ്റെ ഈ സെൻട്രോയിഡ് പോയിന്റിൽ നിന്ന് ഉള്ള ഇതിൻ്റെ ഇനേർഷ്യ ഓരോ, അതായത് എല്ലാത്തിനെയും, എല്ലാ ഒബ്ജക്ട്സിനും അതിൻ്റെ സെൻട്രോയിഡിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇനേർഷ്യയാണ്, അതായത് ഓരോ ഷേപ്സിനും കേട്ടോ. സോ ഫോർ ഈച്ച് ഷേപ്പ് ദർ ഈസ് സ്പെസിഫിക്, ദർ ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ ഫോർ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ that has been given here. For a rectangle it's BD cube by 12 with respect to x-axis or y-axis, and for triangle it's like this: circle, semicircle and quarter circle. These all things you might have written it down. Okay, so for other than x, y or centroidal axis, idinu porame, if you are taking another plane, say AB, so for that plane the inertia of with respect to AB plane will be IG of IG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the inertia of this circle with respect to its centroidal axis plus AH square. Okay, not with respect to centroidal axis, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സർക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, സർക്കിൾ ആണെങ്കിൽ സർക്കിൾ, അല്ലെങ്കിൽ എന്തൊരു ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അത് എക്സ് ആക്സിസ് ആവാം, വൈ ആക്സിസ് ആവാം, സെൻട്രോയിഡൽ ആക്സിസ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആക്സിസ് ആവാം. സോ ജനറലി ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ് ആണ് ജി എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് AH സ്ക്വയർ. എ എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഏരിയ, എച്ച് എന്ന് പറയുന്നത് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം, വെരി ഇമ്പോർട്ടൻറ്റ്, ഇതിൻ്റെ സെൻട്രോയിഡിൽ നിന്ന്, ഈ ഒരു ഒബ്ജക്റ്റിന്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ പ്ലെയിൻ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതിലെ എച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ആൻഡ് ഫോർ വേരിയസ് ഷേപ്സ് യു വിൽ ബി ഹാവിംഗ് വേരിയസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആസ് ഡിസ്കസ്ഡ് ബിഫോർ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് കോമ്പോസിറ്റ് ഏരിയ. കോമ്പോസിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? what do you mean by composite area? It will be having one or more structures, അല്ലെങ്കിൽ one or more sections ഉണ്ടാവും. there will be, ഇതുവരെ നമ്മൾ പറഞ്ഞത് we were discussing on ഒരു റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഓർ സെമി സർക്കിൾ, ഇങ്ങനെയുള്ള ഷേപ്സിൻ്റെയൊക്കെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ we have already found it out. So what happens if these are all combined? You have a structure like this, you can combine like this, you have a rectangle here and a semicircle here. Okay, so such structures are called as composite structures. It can be a combination of two rectangles
you can find two rectangles, you can split it like this, and you can find the moment of inertia of the whole section. So how can you find it? This is called as composite section. So how will you find out the moment of inertia of composite areas? So ഞാൻ ഒന്നുകൂടി പറയാം. The moment of inertia, അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, I will explain it again. You have an object here, AB എന്നൊരു plane ഉണ്ട്. So the moment of inertia with respect to this plane, here I have drawn two planes, AB and PQ. I need to find out moment of inertia of AB and PQ such that this moment of inertia of this plane is given by IG plus A into A means the area of this section into H1 square. H1 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നൗ പി ക്യു എന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോഴും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ പി ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ്, എ ബി ആവുമ്പോൾ എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആവണം, പി ക്യു ആവുമ്പോൾ അതിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് H1 ആണെങ്കിൽ ഇത് H2. ഓക്കെ, ഇതാണ് എൻ്റെ സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു സിംഗിൾ സ്ട്രക്ചർ ആണെങ്കിൽ IXX ഈക്വൽ ടു BD ക്യൂബ് ബൈ 12, IYY ഈക്വൽ ടു DB ക്യൂബ് ബൈ 12. സോറി. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ IXX എന്ന് പറയുന്നത് ഈ BD ക്യൂബ് ബൈ 12, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇതിൽ B എന്ന് പറയുന്നത് എപ്പോഴും എക്സിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, എക്സിലുള്ളത് ക്യൂബ് ചെയ്യരുത്. ഓക്കെ, ദിസ് വിൽ ബി B, ദിസ് ഇസ് B, ആൻഡ് വൈയിലുള്ള ഡിസ്റ്റൻസ് ആണ് D എന്ന് പറയുന്നത്. ഓക്കെ, സോ IXX കണ്ടുപിടിക്കുമ്പോൾ B ഇൻറ്റു D ക്യൂബ് ബൈ 12, IYY കണ്ടുപിടിക്കുമ്പോൾ IYY പറഞ്ഞാൽ വൈയിലുള്ളത് ക്യൂബ് ചെയ്യരുത്. ഓക്കെ, D പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് B ആണ്, അപ്പോൾ B ക്യൂബ് ബൈ 12. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് എ പ്രോബ്ലം. ഓക്കെ, for composite section, you have an angle section given here. Calculate the moment of inertia of an angle section having dimensions as shown in the figure about x and y axis. So this is very important. X and y axis ine base ചെയ്ത് you need to find out the moment of inertia of this angle section. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? We need to find out moment of inertia with respect to x-axis. Okay, അതിനെയാണ് IXX എന്ന് പറയുന്നത്. ആൻഡ് moment of inertia with respect to y-axis, അതിനെയാണ് നമ്മൾ IYY എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഇതിനെ രണ്ട് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഇതിന് മൊത്തത്തിലുള്ള ഇതിൻ്റെ ഇനേർഷ്യ നമുക്ക് അൺനോൺ ആണ്. സോ യു നീഡ് ടു ആഡ് ബോത്ത്. ഓക്കെ, അപ്പം അതിനെ എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങനെ എടുക്കാം, ഓർ യു ക്യാൻ ടേക്ക് ഇതിനെ മൊത്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രക്ചറും ബാക്കി ഇതിനെയും അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് റെക്ടാങ്കിൾസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, എനിവേ വി നീഡ് ടു ടേക്ക് ടു റെക്ടാങ്കിൾസ്. വി നീഡ് ടു കൺസിഡർ ദിസ് ആസ് ടു റെക്ടാങ്കിൾസ്, ആൻഡ് ഐ എം നെയിമിങ് ഇറ്റ് this rectangle is 1 and this is 2. So എനിക്ക് കണ്ടുപിടിക്കേണ്ട IXX എന്ന് പറയുന്നത് the whole structureന്റെ moment of inertia with respect to this x-axis and with respect to y-axis. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഹോൾ സ്ട്രക്ചറിൻ്റെ IXX and IYY, inertia with respect to x-axis and inertia with respect to y-axis. This is what I need to find out. Okay, now അതിൻ്റെ ഇക്വേഷൻ, if you write that, ഞാൻ മുമ്പ് പറഞ്ഞു, for an axis
എ ബി എന്ന് പറയുന്നത് ഐ ജി പ്ലസ് എ എച്ച് വൺ സ്ക്വയർ ആണ്. സിമിലർ കോൺസെപ്റ്റ് ഞാൻ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഐ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ജി വൺ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഐ ജി വൺ എന്ന് പറഞ്ഞാൽ ജി വൺ എന്ന് പറഞ്ഞത് ഇതാണ് ഫസ്റ്റ് റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ആക്സിസ് പ്ലസ് എ വൺ ഒന്നാമത്തതിൻ്റെ ഏരിയ. ഓക്കെ, ഇൻറ്റു വൈ വൺ സ്ക്വയർ. എന്തുകൊണ്ടാണ് വൈ വൺ സ്ക്വയർ? സോ നമ്മുടെ ഇക്വേഷനിൽ എച്ച് വൺ ആണ് അല്ലെങ്കിൽ എച്ച് ആണ്. ഇവിടെ വൈ ആയത് എന്തുകൊണ്ടാണ്? സിമ്പിൾ. സി, ഇതിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് ഐ എക്സ് എക്സ് കാണുമ്പോൾ ഒന്നാമത്തെ ഫിഗറിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ വൈ വൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ദ സെൻട്രോയിഡ് ഓഫ് ദിസ് ഫസ്റ്റ് ഫിഗർ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ആക്സിസ് 0 0. ഓക്കെ, ഇഫ് ദിസ് ഇസ് 0 0. ഓക്കെ, അത് നത്തിങ് ബട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എക്സ് എക്സ് വരുമ്പോൾ ബെറ്റർ ടു യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ് റാദർ മഗിങ് അപ്പ് ദിസ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ വൈ വണ്ണോ എച്ച് വണ്ണോ എന്തോ ആയിക്കോട്ടെ, ഹൗ ഐ ഡിറൈവ് ദിസ് ഇസ് ജസ്റ്റ് യു ഫൈൻഡ് ഔട്ട് ദി സെൻട്രോയിഡ് ഓഫ് ദിസ് object 1 and the distance from centroid to the required axis. Okay, ഇനി സിമിലർലി ഇതിപ്പോൾ ഒന്നിൻ്റെ മാത്രമേ ആയുള്ളൂ. ആഡ് ഇറ്റ് ഐ ജി 2 2 എക്സ്, അതായത് സെക്കൻഡ് റെക്ടാങ്കിളിൻ്റെ ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് പ്ലസ് ഏരിയ, സെക്കൻഡ് ഏരിയ y2 എന്ന് പറഞ്ഞത് ഏത് ഡിസ്റ്റൻസ് ആണ്? ഇവിടെ നിന്ന് y2 എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് എക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. ദിസ് ഈസ് നത്തിങ് ബട്ട് ദ സെൻട്രോയിഡ് ഓഫ് ദി സെക്കൻഡ് ഡയഗ്രാം. ഓക്കെ, സിമിലർലി ഐ വൈ വൈ എന്ത് വരും? എക്സിന് പകരം വൈ ഇട്ട് കൊടുക്കുക. ഐ വൈ വൈ എന്ന് പറയുന്നത് ഐ ജി വൺ വൈ വൈ പ്ലസ് എ വൺ എക്സ് വൺ സ്ക്വയർ. കാരണം എന്താ? ഇവിടെ നിന്ന് അതായത് ഫസ്റ്റ് ഫിഗറിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് വൈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഡിസ്റ്റൻസ് എത്രയാ? ഇറ്റ്സ് നത്തിങ് ബട്ട് എക്സ് വൺ. ഓക്കെ, പ്ലസ് ഇവിടെ എക്സ് ടു വരും. ഓക്കെ, നൗ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ആർ ഡൺ. ഓക്കെ, നൗ വിൽ ഗോ ഫോർ ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജി വൺ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണു? We consider the first diagram only. Okay, with respect to x y axis. Okay, now see this diagram. നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ദിസ് ഇസ് 2, ടോട്ടൽ ഇസ് 10. സോ ഇതെന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, സോ ഐ ജി വൺ എക്സ് എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ കേസിലാവുമ്പോൾ ബി ഡി ക്യൂ. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ പാരലൽ ആയിട്ടുള്ളതായിരിക്കണം നമ്മൾ എടുക്കുന്ന ബി. ഓക്കെ, അതിൽ ബ്രെഡ്ത്ത് ആണോ ഡെപ്ത് ആണോ എന്ന് നോക്കുന്നതിനേക്കാൾ ഈസി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ ആ എക്സിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ക്യൂബ് ചെയ്യരുത്. സോ അതാണ് ബി. ഓക്കെ, സോ ബി ഈസ് ദിസ് ഡിസ്റ്റൻസ് 2 ഇൻറ്റു ഡി ക്യൂബ് എന്ന് പറയുന്നത് 8 ക്യൂബ് ബൈ 12 വിൽ give 85.33 centimeter raised to 4. ഓക്കെ, കാരണം മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് ഇസ് mm raised to 4 or centimeter raised to 4 or meter raised to 4. ഓക്കെ, അത് ഓർമ്മയിൽ ഉണ്ടാവണം. സിമിലർലി ഐ ജി ടു എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ടാമത്തെ ഡയഗ്രം എടുക്കുകയാണ്. അതിൻ്റെ ഡയമെൻഷൻ ഇത് 10ഉം ഇത് 2ഉം. ഇവിടെ അതെ ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എക്സിന് പാരലായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു 2 ക്യൂബ് ബൈ 12 യു വിൽ ഗെറ്റ് 6.66 സെൻറ്റിമീറ്റർ റേസ് ടു 4. ഓക്കെ, സോ ഐ ജി വൺ വൈ വൈ എന്ന് പറയുന്നത് സിമിലർലി എന്ത് ചെയ്യുക? ഇവിടെ ബി ഡി ക്യൂബ് ബൈ 12 ആണെങ്കിൽ ഇവിടെ ഡി ബി ക്യൂബ് ബൈ 12. 8 ഇൻറ്റു 2 ക്യൂബ് ബൈ 12
Ig2yy 2 into 10 cube by 12. So you got Ig1xx, Ig2xx, Ig2yy, Ig1yy. ഓക്കെ, ഇനി അടുത്ത ടേംസ് നമുക്ക് ആവശ്യമുള്ള എന്താണ്? x1 x2 y1 y2. x1 x2 y1 y2 ഇതൊക്കെ എന്താണ്? സെൻട്രോയിഡ് ആണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന്റെ സെൻട്രോയിഡ്, ഈ ഹോൾ ഒബ്ജക്റ്റ് ഐ സെക്ഷൻ ആംഗിൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, എൽ സെക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? x1 എന്ന് പറയുന്നത്, you have already studied about the centroid and its properties. x1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡയഗ്രത്തിന്റെ സെൻട്രോയിഡ് നിൽക്കുന്ന സ്ഥലം അല്ലേ? അത് 0 ആക്സിസ് 0 പോയിന്റിൽ നിന്ന് എക്സിൽ എത്ര ദൂരം പോകുന്നു? സോ x1 is ഇതിന്റെ പകുതി, which is equal to 1 centimeter. x2 എന്ന് പറയുന്നതോ രണ്ടാമത്തതിന്റെ ടോട്ടൽ 10 ആണ് and by 2. ഓക്കെ, അപ്പോൾ this is 5 centimeter. y1 എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ സെൻട്രോയിഡ് എവിടെയാ? ഇത് 8 ആണ്. ഓക്കെ, അതിന്റെ പകുതി 4. ദിസ് ഡിസ്റ്റൻസ് is 4 plus 2 is 6 centimeter. y2 is 1 centimeter. Okay, and area, first in area, second area. Okay, now you substitute these things, you will get this answer. So എല്ലാവർക്കും മൊമെന്റ് ഓഫ് ഇനേഷ്യ ആദ്യത്തെ ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, പ്ലീസ് റിംഗ് മീ ഓർ pin me. Okay, thank you.